നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി നൽകുവാനുള്ള എല്ലാ നടപടികളും അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതികൾ എന്നാരോപിക്കപ്പെടുന്ന ആളുകൾ അവരെ ജയിലിൽ അടയ്ക്കാൻ ഒരു മടിയും ആ ഗവൺമെൻറ് കാണിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ അവർ വഹിച്ചിരുന്ന സ്ഥാനം, ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ആവശ്യപ്പെട്ടതും പാർട്ടിയാണ്. 100% നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം തന്നെ പാർട്ടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ നിലപാട് അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ട്, ഉണ്ടാകാനുള്ള ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു. നമസ്കാരം. മുൻ കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിൽ CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യവുമായി മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ ഓഫീസിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം അനവധി തവണയാണ് കയറിയിറങ്ങി നടന്നത്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും CBI അന്വേഷണത്തിനുള്ള ഒരു ശുപാർശ ഉണ്ടായില്ല എന്ന് തന്നെയല്ല, ഇപ്പോൾ നിലവിൽ സർക്കാർ നടത്തുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള SIT അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ട്. അതുകൊണ്ട് മറ്റൊരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് പിണറായി വിജയൻ അന്ന് പറഞ്ഞത്. എന്നാൽ നവീൻ ബാബുവിൻ്റെ കുടുംബം സർക്കാരിൻ്റെ ആ വിശദീകരണങ്ങളിൽ ഒട്ടും തൃപ്തി ഉണ്ടായിരുന്നില്ല. നവീൻ ബാബു ആത്മഹത്യ ചെയ്യേണ്ടതായ യാതൊരു സാഹചര്യവും കുടുംബത്തിലുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും ഉണ്ടായിരുന്നില്ല. നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൻ്റെ അന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നു വരുന്നു. ഒരു പെട്രോൾ ബങ്കിന് NOC കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശാന്തൻ എന്ന് പറയുന്ന പരിയാരൻ മെഡിക്കൽ കോളേജിലെ ഒരു ജോലിക്കാരനുമായി നവീൻ ബാബു ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്ന തരത്തിൽ സംസാരിച്ചു എന്നും നവീൻ ബാബു അഴിമതിക്കാരനാണെന്നും ലക്ഷക്കണക്കിന് രൂപ പ്രശാന്തിൻ്റെ കയ്യിൽ നിന്നും അഴിമതി വാങ്ങിയെന്നും ഇത്തരത്തിലുള്ള അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ 2 ദിവസത്തിനുള്ളിൽ കണ്ടറിയാമെന്നൊക്കെ അന്ന് PP ദിവ്യ പറയുകയും PP ദിവ്യയുടെ വാക്ക് അറം പറ്റുന്നത് പോലെ പിറ്റേ ദിവസം നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത്. ഇത് കുടുംബത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാനും വിശ്വസിക്കാനും പറ്റിയിട്ടില്ല, ഇന്നും പറ്റുന്നില്ല. നവീൻ ബാബു ആത്മഹത്യ ചെയ്യില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും കുടുംബവും ഒരേ സ്വരത്തിൽ പറയുന്നു. കാരണം ഔദ്യോഗിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും മറ്റ് അസ്വാരസ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഒരു ഉദ്യോഗസ്ഥനാണ്, കറകളഞ്ഞ അഴിമതിരഹിതനായ ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു എന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയുമെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നതാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഔദ്യോഗിക ജീവിതത്തിൽ യാതൊരു തരത്തിലും ആത്മഹത്യ ചെയ്യേണ്ടതായ കാര്യമുണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് നവീൻ ബാബു മരണപ്പെട്ടത്, എങ്ങനെയാണ് മരണപ്പെട്ടത്? അദ്ദേഹത്തിൻ്റെ ആ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കുടുംബം CBI അന്വേഷണത്തിന് ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ സർക്കാർ അത് നിരാകരിക്കുകയായിരുന്നു. പിന്നീട് കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിന് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഹർജിയുമായി പോവുകയുണ്ടായിരുന്നു. എന്നാൽ സുപ്രീം കോടതിയിലും സർക്കാരിൻ്റെ നിലപാട് ഉറച്ചത് തന്നെയായിരുന്നു. SIT അന്വേഷണം നടക്കുന്നുണ്ട്, കുറ്റമറ്റ രീതിയിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കുന്നു, അതുകൊണ്ട് സമാന്തരമായി മറ്റൊരു അന്വേഷണത്തിൻ്റെ ആവശ്യകതയില്ല എന്ന് സുപ്രീം കോടതിയിലും പിണറായി സർക്കാർ നിലപാടറിയിച്ചു. അങ്ങനെ നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിന് CBI അന്വേഷണം ഇല്ല എന്ന നിലപാടിലേക്ക് സുപ്രീം കോടതിയും എത്തുകയായിരുന്നു. എന്നാൽ നവീൻ ബാബുവിൻ്റെ മരണത്തിലുൾപ്പെടെ ആ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിലുൾപ്പെടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിലുൾപ്പെടെ പിന്നീട് മൃതദേഹം പത്തനംതിട്ടയിലെ വസതിയിലെത്തി ദഹിപ്പിക്കുന്നത് വരെ CPMൻ്റെ ചില നേതാക്കന്മാരുടെ കടുത്ത ഇടപെടലുകൾ ഉണ്ടായിരുന്നു, അവിശ്വസനീയമായ ചില ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കാലം കണ്ടറിഞ്ഞത് തന്നെയാണ്. എന്തുകൊണ്ടായിരുന്നു അത്ര തിടുക്കത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം കണ്ണൂരിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നു, പോസ്റ്റ്മോർട്ടം നടത്തുന്നു, കുടുംബത്തിൻ്റെ അനുമതിയില്ലാതെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നു, ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നു, എല്ലാം നിയമവിരുദ്ധമായി തന്നെ ചെയ്യുന്നു. പിന്നീട് അന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി CPMൻ്റെ സെക്രട്ടറി ആയിരുന്ന MV ജയരാജൻ മൃതദേഹത്തോടൊപ്പം പത്തനംതിട്ടയിലേക്ക് വരുന്നു. മൃതദേഹം തിരക്കിട്ട് ദഹിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നു. അങ്ങനെ മൃതദേഹം ദഹിപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അതായത് തെളിവുകളെല്ലാം നശിപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് MV ജയരാജൻ പത്തനംതിട്ടയിൽ നിന്നും മടങ്ങിയത് എന്നുള്ളതാണ് അന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബവും ആക്ഷേപിച്ചത്. എന്നാലിപ്പോൾ നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു അന്വേഷണവും ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്ന CPMകാർ അതേ പല്ലവി തന്നെ ആവർത്തിക്കുമ്പോഴും പുതിയ സർക്കാർ നിലവിൽ വന്നപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയും
സഹോദരൻ പ്രവീൺ ബാബുവുമെല്ലാം നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി CBI അന്വേഷണം ശുപാർശ ചെയ്യണം എന്ന് മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് അഭ്യർത്ഥിക്കുകയും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിന് CBI അന്വേഷണം ഉത്തരവിട്ടുകൊണ്ട് സർക്കാർ ഒരു ശുപാർശ ചെയ്തുകൊണ്ട് സർക്കാർ ഇന്ന് ഉത്തരവിടുകയായിരുന്നു. എന്നാൽ ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുൻ പത്തനംതിട്ട MLA ആയ രാജു എബ്രഹാം പ്രതികരിച്ചത് ഇങ്ങനെയാണ്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയായിരുന്നു എന്നും CPM. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടുന്നതിന് വേണ്ടിയാണ് CPM എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് നവീൻ ബാബുവിൻ്റേത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബം തന്നെയാണ് നവീൻ ബാബുവിൻ്റേത്. ആ വലിയ മനുഷ്യൻ്റെ മരണത്തിൽ ആ കുടുംബത്തിന് ആശ്വാസമായി നിന്നത് CPM ആണ്. ഇപ്പോഴും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് CPM നിലകൊള്ളുന്നത് എന്നാണ് മുൻ MLA ആയ രാജു എബ്രഹാം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയ MV ജയരാജനും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയ MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിന് CBI അന്വേഷണം ആവശ്യമില്ല എന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് രാജു എബ്രഹാം വ്യക്തമാക്കാൻ സന്നദ്ധനാകണം എന്നാണ് രാജു എബ്രഹാമിൻ്റെ പത്രസമ്മേളനം കേട്ട ആളുകളെല്ലാവരും ഒരേ സ്വരത്തിൽ മറുപടി പറയുന്നത്. അപ്പോൾ പാർട്ടി കുടുംബമാണ് നവീൻ ബാബുവിൻ്റേതെന്ന് പറയുന്നു. നവീൻ ബാബുവിൻ്റെ കുടുംബം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗം തന്നെയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ളൊരു ദുര്യോഗം നേരിട്ടിട്ടും അതിൻ്റെ ദുരൂഹതകൾ അഴിക്കുന്നതിന് വേണ്ടി CBI അന്വേഷണം ശുപാർശ ചെയ്യാതെ സർക്കാർ ഒളിച്ചു കളിക്കുന്നത്? CPMകാർ ഒന്നടങ്കം CBI അന്വേഷണത്തെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് പറഞ്ഞു കേൾക്കുന്ന തരത്തിൽ കണ്ണൂർ ലോബിക്ക് അഹിതങ്ങളായ ചില കാര്യങ്ങൾ നവീൻ ബാബു ചെയ്തു, അല്ലെങ്കിൽ അഹിതങ്ങളായ അവിശുദ്ധമായ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നവീൻ ബാബു തയ്യാറായിരുന്നില്ല ഔദ്യോഗിക ജീവിതത്തിൽ. കണ്ണൂരിലും ചെങ്ങളായിലും പരിസര പ്രദേശത്തും അടുത്തിടെ ഉയർന്നു വന്ന ചില പെട്രോൾ ബങ്കുകൾ, കണ്ണൂരിലും മാനന്തവാടിയിലും കോഴിക്കോടുമായി നടന്ന ചില ഭൂമി ഇടപാടുകളുടെ ആധാരവുമായി ബന്ധപ്പെട്ട ചില രേഖകൾ, ഇങ്ങനെ 5000 കോടി രൂപയുടെ ഭൂമി ഇടപാടുകൾ നടന്നതിനെ പറ്റിയുള്ള ചില പരാമർശങ്ങൾ, ഇതെല്ലാം നവീൻ ബാബുവിന് അറിയാമായിരുന്നു. അതിനു പിറകിലെല്ലാം അതിൻ്റെ പ്രായോജകരായി പ്രവർത്തിച്ചത് CPMൻ്റെ ലോക്കൽ നേതാക്കൾ മുതൽ സംസ്ഥാന നേതാക്കൾ വരെയാണ്. അതുകൊണ്ട് അത്തരം രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി നവീൻ ബാബുവിന് മനഃപൂർവ്വം ഗുരുതി കൊടുത്തതാണ് എന്നുള്ളൊരു സംസാരവും അക്കാലത്തുണ്ടായിരുന്നു. അതിൻ്റെ സ്ഥിരീകരണമൊന്നും ഇനിയും വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും കണ്ണൂരിലും ചെങ്ങളായിലും അടുത്ത കാലത്തായി ഉണ്ടായ ചില പെട്രോൾ ബങ്കുകൾ ചില ദുസൂചനകൾ തന്നെയാണ് നൽകുന്നത് എന്ന് പരിസരവാസികളും പറയുകയുണ്ടായി. എന്തായാലും നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തത്വത്തിൽ ഇന്ന് ശുപാർശ ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയപ്പോൾ അത് CPMൻ്റെ നിറുകിലേറ്റ നെഞ്ചത്തേറ്റ വലിയ ഇടി തന്നെയാണ്. എന്താണ് ഇനി CBI അന്വേഷണത്തിൽ ഉണ്ടാവുക, ആരൊക്കെയാണ് കുറ്റക്കാർ എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും. നിലവിൽ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയെ മാത്രമാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തും അവർ 15 ദിവസം റിമാൻഡിൽ കഴിയുമെല്ലാം ചെയ്തിരുന്നു. പിന്നീട് അവരെ വിട്ടയച്ചു. എന്നാൽ ഈ കേസിൻ്റെ നില ഇപ്പോൾ എന്താണ് എന്നുള്ളത് അറിയില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്നത്തെ കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയനും പ്രതിക്കൂട്ടിലായതാണ്. എന്തായാലും CBI അന്വേഷണം വരുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ആളുകൾക്കും അത് കൂടുതൽ വിനയാകും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കുക. നവീൻ ബാബുവിന്റെ പാർട്ടി എന്ന നിലപാട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ മലയാളപ്പുഴയിൽ എത്തിയപ്പോഴും പത്തനംതിട്ട എത്തിയപ്പോഴും തലസ്ഥാനത്ത് വെച്ചും വളരെ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ടാവും. എന്നാൽ CBI അടച്ചിട്ട കൂട്ടിലെ തൊട്ട എന്ന നിലപാട് സുപ്രീം കോടതി ഒരു വേള കമന്റായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. CBIയെ സംബന്ധിച്ചിടത്തോളം CBI പലപ്പോഴും രാഷ്ട്രീയ ഉദ്യോഗികളെ ഒതുക്കാൻ വേണ്ടിയുള്ള ആയുധമായി ഭരണകൂടങ്ങളുടെ ഒരു ചട്ടുകമായി CBI പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം CPIയും ഇടതുപക്ഷ പാർട്ടികളും പല സന്ദർഭങ്ങളിലും കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റി നിലപാട് വ്യക്തമാക്കിയതിന് ശേഷം അത് സംബന്ധിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുന്നതായി ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കേസിന്റെ മരണത്തിലേക്ക് കടന്നിട്ടല്ല അതുകൊണ്ട് തന്നെയാണ് നിലവിൽ നമുക്ക് നമ്മളെടുത്ത നിലപാട് ആ നിലപാട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കുടുംബത്തോടൊപ്പമാണ് പാർട്ടി. ആ നിലപാടിൽ തന്നെയാണ് പാർട്ടി ഇപ്പോഴും
നിലയുറപ്പിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതായി കണ്ടിട്ടില്ല. പാർട്ടി കുടുംബത്തോടൊപ്പം തന്നെയാണെന്ന് പറയുമ്പോഴും CPIഎമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി മെമ്പർ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ചെയ്തു. അത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് എതിരെയും CPIഎമ്മിനെയും പിന്തുണച്ചുകൊണ്ടായിരുന്നു. പാർട്ടി അങ്ങനെ കുടുംബത്തോടൊപ്പമാണെങ്കിൽ ജില്ലാ സെക്രട്ടറി മെമ്പറുടെ ഭാഗത്ത് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവും. ജില്ലാ സെക്രട്ടറി മെമ്പർ ഹർഷകുമാർ അത് അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടെന്ന് ഞാൻ കേട്ടു. ആ പോസ്റ്റ് കാണാനിടയായിട്ടില്ല. അതിന് അദ്ദേഹവുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ അതിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. എല്ലാ കാര്യങ്ങളിലും വൈകാരികമായി കാണുന്ന കുറേയധികം മാധ്യമങ്ങളും കുറേയധികം ജനങ്ങളുമുള്ള ഒരു നാടാണ് കേരളം എന്നുള്ള പരാമർശം നടന്നിട്ടുള്ളത്. ഒരു വൈകാരികത മാത്രമല്ലല്ലോ, അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യം ഇങ്ങനൊരു CBI അന്വേഷിക്കുന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. അതൊരു നേതാവിന് യോജിച്ചതാണ്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി നൽകുവാനുള്ള എല്ലാ നടപടികളും അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതികൾ എന്നാരോപിക്കപ്പെടുന്ന ആളുകൾ അവരെ ജയിലിൽ അടയ്ക്കാൻ ഒരു മടിയും ആ ഗവൺമെന്റ് കാണിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ അവർ വഹിച്ചിരുന്ന സ്ഥാനം, ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ആവശ്യപ്പെട്ടതും പാർട്ടിയാണ്. 100% നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം തന്നെ പാർട്ടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ നിലപാട് അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ട് ഉണ്ടാകാനുള്ള ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ആ കുടുംബത്തിന് മനസ്സിലായിട്ടില്ല. കുടുംബം പറയുന്നത് അന്നും CBI സർക്കാർ സമീപിച്ചതാണ്, സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. ഈ സർക്കാരിന്റെ കാലത്ത് നിവേദനം കൊടുത്തപ്പോൾ തന്നെ ആ കുടുംബം സർക്കാരിനാണെന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും വ്യക്തിപരമായ ഒരു വിഷയമാണ്. സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോവുക, MLA-മാരെ കൂട്ടിപ്പോവുക, സർക്കാർ പ്രഖ്യാപിച്ച പുതിയ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുക, അതെല്ലാം അവരുടെ വ്യക്തിപരമായ നിലപാട് മാത്രമാണ്. CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടുകൾ, ആ നിലപാടുകളാണ് അർത്ഥസംഖ്യക്കിടയില്ലാത്തത്. കേരള ജനത അംഗീകരിച്ച നിലപാടാണ്, ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. അത് സംബന്ധിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന കേസ്, ആ കേസിനകത്ത് എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇനിയും യാതൊരു കാര്യം പുറത്തു വന്നിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ആ നിലപാട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി മാറ്റാത്തിടത്തോളം കാലം ആ നിലപാടാണ് CPIഎമ്മിന്റെ നിലപാട് എന്ന രൂപത്തിൽ ഞാൻ സൂചിപ്പിച്ചത്. CBI അന്വേഷണം നടത്തണോ വേണ്ടയോ എന്നുള്ളത് ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതിക്ക് തീരുമാനമെടുക്കുക. അത് സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം CPM എന്ന നിലയിൽ CPM സംസ്ഥാന കമ്മിറ്റി ഏതെങ്കിലും ഒരു തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ തീരുമാനവുമായി ബന്ധപ്പെടുത്തി നമുക്ക് അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിയും.